എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മേൽക്കൂരയിൽ ഒരു സോളാർ പാനൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. സോളാർ PV പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മേൽക്കൂരയിൽ അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കുക. SPV പാനൽ മൗണ്ട് ചെയ്യുന്നതിന് ഫ്രെയിം സജ്ജീകരണം തയ്യാറാക്കുക. ശരിയായ സ്ഥാനം അല്ലെങ്കിൽ ആംഗിൾ തിരഞ്ഞെടുത്ത് ഒരു മേൽക്കൂരയിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് ആവശ്യമായ ടൂളുകൾ, എക്യുപ്മെൻറ്റുകൾ, മെറ്റീരിയലുകൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. അനുയോജ്യമായ ഡ്രിൽ ബിറ്റുകളോട് കൂടെയുള്ള പവർ ഡ്രില്ലിംഗ് അല്ലെങ്കിൽ ഹാമറിംഗ് മെഷീൻ, ട്രെയിനിയുടെ ടൂൾ കിറ്റ്, സോളാർ പാനൽ 12 വോൾട്ട് 50 വാട്ട് 4 എണ്ണം, സേഫ്റ്റി ഹെൽമെറ്റ്, സേഫ്റ്റി ഗ്ലൗസുകൾ, ബേസ് ബ്രാക്കറ്റുകൾ 28 ഇഞ്ചസ് 6 എണ്ണം, കോൺടാക്റ്റ് ബ്രാക്കറ്റുകൾ 28 ഇഞ്ചസ് 6 എണ്ണം, സപ്പോർട്ടിംഗ് ബ്രാക്കറ്റുകൾ 14.8 ഇഞ്ചസ്, എൻഡ് ക്ലാമ്പ്, മിഡ് ക്ലാമ്പ്, M8 into 25 mm സ്ക്രൂകൾ, ബോൾട്ട്സ് ആൻഡ് നട്ട്സ്. ഈ പ്രാക്ടിക്കൽ ആരംഭിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ നമുക്ക് ചർച്ച ചെയ്യാം. PV മോഡ്യൂളും മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഇൻസ്റ്റാൾ ചെയ്യാനും വയർ ചെയ്യാനും പ്രവർത്തിപ്പിക്കാനും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിക്കുന്നതിന് മുമ്പ് എല്ലാ നിർദ്ദേശങ്ങളും വായിക്കുകയും മനസ്സിലാക്കുകയും വേണം. സൂര്യപ്രകാശവുമായോ മറ്റ് പ്രകാശ സ്രോതസ്സുകളുമായോ സമ്പർക്കം പുലർത്തുമ്പോൾ PV മോഡ്യൂൾ ഇൻ്റർ കണക്ടറുകൾ ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ DC കടത്തിവിടുന്നു. ടെർമിനലുകൾ പോലുള്ള മോഡ്യൂളിൻ്റെ വൈദ്യുതപരമായി ആക്റ്റീവായ ഭാഗങ്ങളുമായുള്ള സമ്പർക്കം പിരിക്കാനോ മരണത്തിനോ കാരണമാകും. മോഡ്യൂളും മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ബന്ധിപ്പിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വിച്ഛേദിച്ചിട്ടാണെങ്കിലും ഇത് സംഭവിക്കാം. 30 വോൾട്ട് DCയോ അതിൽ കൂടുതലോ ആയി നേരിട്ടുള്ള സമ്പർക്കം തടയുന്നതിനും ഇൻസ്റ്റോളേഷൻ സമയത്ത് മൂർച്ചയുള്ള അറ്റങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈകളെ പരിരക്ഷിക്കുന്നതിനും അനുയോജ്യമായ സേഫ്റ്റി നോൺ സ്ലിപ്പ് ഗ്ലൗസുകൾ, വസ്ത്രങ്ങൾ മുതലായവ ധരിക്കുക. ഇലക്ട്രിക് ഷോക്കിൻ്റെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റഡ് ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ഒരു മോഡ്യൂളുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും വയറിംഗ് ചെയ്യുമ്പോഴും വൈദ്യുതി ഉൽപ്പാദനം നിർത്തുന്നതിന് PV അറേയിലെ മോഡ്യൂളുകളുടെ മുൻഭാഗം സുതാര്യമായ മെറ്റീരിയൽ ഉപയോഗിച്ച് കവർ ചെയ്യുക. സോളാർ PV പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മേൽക്കൂരയിലെ സ്ഥലം തിരഞ്ഞെടുക്കുക. സോളാർ പാനൽ ഇൻസ്റ്റാളേഷനായി തണലില്ലാത്ത മേൽക്കൂര തിരഞ്ഞെടുക്കുക. മരങ്ങൾ, കെട്ടിടങ്ങൾ അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങൾ എന്നിവയാൽ തണലുള്ള പ്രദേശങ്ങളിൽ പാനലുകൾ സ്ഥാപിക്കുന്നത് ഒഴിവാക്കുക. കാരണം തണൽ ഊർജ ഉൽപ്പാദനം ഗണ്യമായി കുറയ്ക്കും. ഇൻസ്റ്റോളേഷനായി മേൽക്കൂരയുടെ അറ്റത്തിനും സോളാർ പാനലിൻ്റെ എക്സ്റ്റേണൽ എഡ്ജിനും ഇടയിൽ സുരക്ഷിതമായ പ്രവർത്തന സ്ഥലം വിടുക. സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന ദിശ സൂര്യനെ അനുസരിച്ചാണെന്ന് ഉറപ്പാക്കുക. വർഷം മുഴുവൻ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം പിടിച്ചെടുക്കാൻ നിങ്ങളുടെ സോളാർ പാനലുകളുടെ ടിൽറ്റ് ആംഗിൾ നിങ്ങളുടെ ലാറ്റിറ്റ്യൂഡിന് ഈക്വലായി പൊരുത്തപ്പെടണം. ചില സന്ദർഭങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കണക്കിലെടുത്ത് ടിൽറ്റ് ആംഗിൾ അല്പം ക്രമീകരിക്കുന്നത് മൊത്തത്തിലുള്ള പ്രകടനം മെച്ചപ്പെടുത്തും. എല്ലാ ദിവസവും സൂര്യപ്രകാശ രശ്മികൾ കഴിയുന്നത്ര ലഭിക്കുന്ന രീതിയിൽ സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നിങ്ങളുടെ മേൽക്കൂരയുടെ ഒരു ഭാഗം തിരഞ്ഞെടുക്കുക. സോളാർ പാനലുകൾ ഒന്നുകിൽ മേൽക്കൂരയിലെ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഫ്ലഷിലോ മൗണ്ട് ചെയ്യാം. സൂര്യൻ്റെ നേരിട്ടുള്ള രശ്മികളിലേക്ക് ആക്സസിബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഒരു ആംഗിളിലോ ഫ്ലഷ് മൗണ്ട് ചെയ്യാം. ഫ്ലഷ് മൗണ്ടിങ്ങിന് സ്ലീക്കും ഇൻ്റഗ്രേറ്റഡ് ആയ ഒരു ലുക്ക് നൽകാൻ കഴിയും. കൂടുതൽ സ്ട്രീം ലൈൻഡ് അപ്പിയറൻസിനായി സോളാർ പാനലുകൾ മേൽക്കൂരയുമായി ബ്ലെൻഡ് ചെയ്യുന്നതിലൂടെ SPV പാനൽ മൗണ്ട് ചെയ്യുന്നതിന് ഫ്രെയിം സജ്ജീകരണം തയ്യാറാക്കൽ. ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ നിങ്ങൾ പദ്ധതിയിടുന്ന ഏരിയ വിലയിരുത്തുക.
ദിവസം മുഴുവൻ മതിയായ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഫാസ്റ്റ്നർ ബോൾട്ട് ഉപയോഗിച്ച് നിലത്ത് കോൺക്രീറ്റ് ഫൂട്ടിംഗ് തയ്യാറാക്കുക. കോൺക്രീറ്റ് ഫൂട്ടിങ്ങുകളുടെ എണ്ണം, വലുപ്പം, ഡിസ്റ്റൻസ് എന്നിവ നിർണ്ണയിക്കുന്നത് സോളാർ പാനലിൻ്റെ ഡയമെൻഷനും വാട്ടേജും അനുസരിച്ചാണ്. കാണിച്ചിരിക്കുന്നത് പോലെ ഉചിതമായ നട്ടുകളും ബോൾട്ടുകളും ഉപയോഗിച്ച് കോൺടാക്റ്റ് ബ്രാക്കറ്റുകൾക്കൊപ്പം ബേസ് ബ്രാക്കറ്റുകൾ മൗണ്ട് ചെയ്യുക. കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ത്രികോണാകൃതിയിലുള്ള സ്ട്രക്ചർ രൂപപ്പെടുത്തുന്നതിന് ബേസിനും കോൺടാക്റ്റ് ബ്രാക്കറ്റുകൾക്കുമിടയിൽ സപ്പോർട്ടിംഗ് ബ്രാക്കറ്റുകൾ സ്ഥാപിക്കുക. മൗണ്ടിംഗ് പില്ലറുകളുടെ മുകളിൽ മൗണ്ടിംഗ് ബ്രാക്കറ്റുകൾ അല്ലെങ്കിൽ റെയിലുകൾ അറ്റാച്ച് ചെയ്യുക. ഈ ബ്രാക്കറ്റുകൾ സോളാർ പാനലുകൾക്കുള്ള സപ്പോർട്ടിംഗ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും. ബ്രാക്കറ്റുകൾ കൃത്യസ്ഥാനത്ത് ഉറപ്പിക്കാൻ ബോൾട്ടുകൾ അല്ലെങ്കിൽ സ്ക്രൂകൾ പോലുള്ള ഉചിതമായ ഫാസ്റ്റനറുകൾ ഉപയോഗിക്കുക. റാക്കിൽ ഒരു പാനൽ വയ്ക്കുക. കാണിച്ചിരിക്കുന്നത് പോലെ പിടിക്കാൻ 2 എൻ ക്ലാമ്പുകൾ ഉപയോഗിക്കുക. സോളാർ പാനലിൻ്റെ ഓരോ അറ്റത്തും ഒരു എൻ ക്ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. റാക്കിൽ പാനൽ പിടിക്കുന്നതിനാണ് ഈ ക്ലാമ്പുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സാധാരണയായി അവ പാനലിൻ്റെ എഡ്ജുകൾക്ക് സമീപം സ്ഥാപിക്കുന്നു. നിലവിലുള്ളവയുമായി മറ്റ് സോളാർ പാനലുകൾ തുല്യ ഇൻ്റർവെല്ലിൽ മൗണ്ട് ചെയ്ത് എൻഡ് മിഡ് ക്ലാമ്പുകൾ ഉപയോഗിച്ച് ക്രമീകരിക്കുക. മിഡ് ക്ലാമ്പിനും എൻഡ് ക്ലാമ്പിനും ഇൻസ്റ്റാൾ മെത്തേഡ്. എൻഡ് ക്ലാമ്പുകളും മിഡ് ക്ലാമ്പുകളും ഒരു സോളാർ പാനൽ മൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ അവശ്യ കോമ്പോണൻറ്റുകളാണ്. ഇത് പാനലുകൾ മൗണ്ടിംഗ് സ്ട്രക്ചറുമായി സുരക്ഷിതമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നും വിവിധ പാരിസ്ഥിതിക സാഹചര്യങ്ങളെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുമെന്നും ഉറപ്പാക്കുന്നു. പാനലുകൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന മിഡ് ക്ലാമ്പ് തുടർന്നും ഉപയോഗിക്കുക. സോളാർ പാനലിൻ്റെ ഇൻസ്റ്റാളേഷന് ശരിയായ സ്ഥാനം തിരഞ്ഞെടുക്കൽ. പരമാവധി പവർ ഉൽപ്പാദിപ്പിക്കുന്നതിന് മാനുവലിൻ്റെ സഹായത്തോടെ സോളാർ പാനലുകൾക്കായി ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആംഗിൾ തിരഞ്ഞെടുക്കുക. ദിവസം മുഴുവൻ സൂര്യരശ്മികളെ എത്രമാത്രം ഡയറക്റ്റ് ഫേസ് ചെയ്യുന്നു എന്നത് നിശ്ചയിക്കുന്നത് സോളാർ പാനലിൻ്റെ ആംഗിളാണ്. നിങ്ങളുടെ സ്ഥലത്തിൻ്റെ അക്ഷാംശവുമായി മാച്ച് ചെയ്യുന്നതിന് ടിൽറ്റ് ആംഗിൾ ക്രമീകരിക്കുന്നതിലൂടെ പാനലുകൾക്ക് ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവ് പരമാവധി വർദ്ധിപ്പിക്കാൻ കഴിയും, പ്രത്യേകിച്ച് പീക്ക് സൺ ഹവർ സമയങ്ങളിൽ. കാണിച്ചിരിക്കുന്നത് പോലെ സ്റ്റാൻഡേർഡ് റൂഫ് പിച്ച് ആംഗിളിന് അനുയോജ്യമായ ആംഗിൾ റെഫർ ചെയ്യുക. സ്ഥലവും ഇൻക്ലിനേഷൻ ആംഗിളും തിരഞ്ഞെടുത്ത ശേഷം ദ്വാരങ്ങൾ അടയാളപ്പെടുത്തുക. സോളാർ പാനൽ ഇൻസ്റ്റാളേഷനിലെ ഇൻക്ലിനേഷൻ ആംഗിൾ ടിൽറ്റ് ആംഗിൾ എന്നും അറിയപ്പെടുന്നു. ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സ്ഥലത്തേക്കും ഇൻസ്റ്റാളേഷൻ പേർപ്പസിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഒരു മാർക്കർ അല്ലെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് സോളാർ പാനൽ ഫ്രെയിമിൻ്റെ സ്ക്രൂ ഹോളുകൾ വിന്യസിക്കുന്ന ഫ്രെയിമിലെ ലൊക്കേഷനുകൾ അടയാളപ്പെടുത്തുക. മാർക്കുകൾ കൃത്യവും തുല്യവും ആണെന്ന് ഉറപ്പാക്കുക. കാണിച്ചിരിക്കുന്നത് പോലെ ഡ്രില്ലിംഗ് മെഷീൻ്റെ സഹായത്തോടെ മേൽക്കൂരയിൽ ഹോൾ കുഴിക്കുക. അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിൽ പൈലറ്റ് ദ്വാരങ്ങൾ കുഴിച്ചുകൊണ്ട് ആരംഭിക്കുക. വലിയ ഡ്രിൽ ബിറ്റിനെ ഗൈഡ് ചെയ്യാനും ഡ്രിൽ വഴുതിപ്പോകുന്നത് തടയാനും പൈലറ്റ് ദ്വാരങ്ങൾ സഹായിക്കുന്നു. സ്ക്രൂവിൻ്റെ സഹായത്തോടെ ഫ്രെയിം ശരിയാക്കുക. പാനൽ ഫ്രെയിമിൽ വയ്ക്കുക. സോളാർ പാനൽ ഫ്രെയിമിലെ ദ്വാരങ്ങളിലൂടെ മൗണ്ടിംഗ് സ്ട്രക്ചറിലെ മുൻകൂട്ടി ഡ്രിൽ ചെയ്ത ദ്വാരങ്ങളിലേക്കും സ്ക്രൂകൾ ഇടുക. സ്ക്രൂകൾ സ്ക്രൂഡ്രൈവർ അല്ലെങ്കിൽ സ്ക്രൂഡ്രൈവർ ബിറ്റുകളുള്ള പവർ ഡ്രിൽ ഉപയോഗിക്കുക. പക്ഷേ അധികം ടൈറ്റ് ചെയ്യാൻ പാടില്ല, കാരണം അമിതമായി മുറുക്കി വയ്ക്കുന്നത് പാനലിനോ ഫ്രെയിമിനോ കേടുപാടുകൾ വരുത്തും. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ സോളാർ PV പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മേൽക്കൂരയിൽ എങ്ങനെ അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കാം, SPV പാനൽ മൗണ്ട് ചെയ്യുന്നതിന് ഫ്രെയിം സജ്ജീകരിക്കണം,
ശരിയായ സ്ഥാനം അല്ലെങ്കിൽ ആംഗിൾ തിരഞ്ഞെടുത്ത് ഒരു മേൽക്കൂരയിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ എക്സസൈസ് ഇവിടെ